ഓർമ്മ വെച്ചപ്പോ മുതല് വഴക്ക. ജീവിതത്തോട് തന്നെ മടുപ്പായി. അതുകൊണ്ടായിരിക്കും. ആരുമായിട്ടായിരുന്നു വഴക്ക്? ബിയാട്രീസുമായിട്ടാ? അവരോടാ കൂടുതല്. ഞാൻ എന്തു തൊട്ടാലും അവര് വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. അടിച്ചടിച്ച് ഞാൻ ജയിച്ചു. എന്നാലും ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചോണ്ട് വരികയായിരുന്നു. നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തായാലും നശിക്കും. എന്നാ പിന്നെ അന്തസ്സായിട്ട് നശിച്ചൂടെ? ആശ തീർത്ത് മരിച്ചൂടെ? ബ്രീഫ് കേസ് തുറന്നില്ലാന്ന് തോന്നുന്നു. ഇതാ വാങ്ങാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. ഒരു സെക്കൻഡ്. നേരായി പറയുന്നേ? അതെ തങ്ങളെ, ആ കുട്ടിയെ ഇതുവരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷി വാസ് എ വിർജിൻ. ഐ നോ. അത്രയ്ക്ക് ഞാനും വിചാരിച്ചില്ല. ആ, അത് മാഷക്ക് വെച്ചിരുന്നു എന്ന് കണക്കാക്കിയാൽ മതി. ഛേ, വേണ്ടിയിരുന്നില്ല. ഹായ്, അതൊരു ഭാഗ്യമായിട്ട് എടുക്കാനുള്ളതിന് പകരം എന്താ ഇത്? അത് പോട്ടെ, ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വല്ല പിടുത്തം കിട്ടിയോ? തിരക്കാഞ്ഞിട്ടോ അതോ അവള് പിടി തരാഞ്ഞിട്ടോ? ഞാൻ ചോദിച്ചില്ല. പിന്നെ അങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണല്ല തങ്ങളെ അവള്. ആ, എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ടാ മാഷത്തെ ഞാൻ ജോലി ഏൽപ്പിച്ചത്. എനിക്കും സാധിക്കുന്നു തോന്നില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കെല്ലാം പറയാൻ ഒരൊറ്റ കഥയുണ്ടാവൂ, ഒരു സോപ്പ് സ്റ്റോറി. ഇത് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ തോക്കേ ഉള്ളൂ. ഒക്കെ ശരിയാവുന്നേ. മാഷ ബ്രീഫ് കേസും തുറന്നേ. കളി ചേഞ്ച് ആവും. ഈ മൂടങ്ങ മാറും. വാ. അല്ല, അത് ചോദിച്ചില്ലല്ലോ. നമ്മൾ തമ്മിൽ പരിചയമായിട്ട് ഇപ്പോ കൊല്ലം 6-7 ആവുന്നില്ലേ? പറയാനാണ് ഒരുപാട് കഥകളും ഉണ്ട്. ഓരോ കഥയിലും ഓരോരുത്തരെ കുടുക്കി രസിച്ച് നടന്നയാള് ഇപ്പൊ ഈ കഥയെ കുടുങ്ങിയോ? ഏയ്, ആ കക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളും ആദ്യമായിട്ട് പടിയെ വിട്ടുകാൻ തോന്നണു. അതെ. അപ്പോ നിനക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ പലേഷ്യൽ വീട് മേടിച്ചു തരുന്നു. 7.5-8 രൂപ വില വരുന്ന വീട്. 8 രൂപയുടെ വീടെന്ന് പറയുമ്പോ കാർഡ്ബോർഡിന്റെ ആയിരിക്കും. എടി പൂള്, 8 രൂപ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം. 8 lakhs. You know? 8 lakhs. ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, TV, VCR, ഗ്യാസ് അടുപ്പ്, സകല സൗകര്യമുള്ളൊരു വീട്. പിന്നെ ഒരു മാരുതി, പച്ച മാരുതി. നിന്നെപ്പോലുള്ള പെമ്പിള്ളേർക്ക് മാരുതിയാ ബെസ്റ്റ്. മാരുതി മതി. അത് ഓടിക്കാൻ പഠിപ്പിക്കും. പിന്നെ സാറിന് വാരുതാൻ തോന്നുന്നു. ഒരു ഡ്രോപ്പ് ബിയർ പോലും കുടിക്കാതെ എന്നെ കൊണ്ട് ഈ വിസ്കി മുഴുവൻ കുടിപ്പിച്ചിട്ട് അതുകൊണ്ട് ബലസ് നീയേ എന്റെ കുട്ടി സൂയിക്ക. കടപ്പുറത്ത് പോവാം. കടപ്പുറത്തോ? ആ, എവിടെ അടുത്താ. ഈ തെങ്ങുതോപ്പ് ക്രോസ് ചെയ്ത കടല, നല്ല ബെസ്റ്റ് കടല്. അതൊന്നും വേണ്ട, പ്രാന്തൊന്നും കാണിക്കണ്ട. കടപ്പുറത്തിരുന്ന് കാറ്റുള്ളവര് പ്രാന്തുള്ളവരാ.
വൈകുന്നേരം കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തില്ല, പാതിരാത്രിയിൽ കാറ്റുകൊള്ളുന്നവർക്ക് പ്രാന്തുണ്ട്. അതാണ് നിയമം. അതെ. എങ്കിൽ ആ നിയമം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. എന്താ മേത്തിട്ടുണ്ടോ ഒരക്കിയ? കൺട്രാക്ടറെ ഇവിടൊക്കെ എല്ലാരും അറിയുന്നല്ലേ? പിന്നെ ഹോട്ടലുകാരെന്ത് വിചാരിക്കും? ഹോട്ടലുകാരെന്ത് ചോദിച്ചാ എനിക്കെന്താ? ഞാനിപ്പോ വേണേ ഈ ഹോട്ടല വിലക്ക് വാങ്ങിക്കും. കാണാനൊക്കെ കാണാനൊക്കെ അയ്യോ എന്തൊട്ട് ഹോട്ടലുകാരെ പണി ഇങ്ങനെ പണിയാ ഇങ്ങനെ പണിയാ. എന്തിനാ എപ്പോഴും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നീ ക്ലിയർ ആയിട്ടൊരു മറുപടി പറയാത്തോണ്ട് എന്നെ കൊണ്ട് വയ്യ മുതലാളിയുടെ വെപ്പാട്ടിയായിട്ടിരിക്കാൻ. എന്താ കഴിഞ്ഞില്ലേ? കാരണം എനിക്കറിയാം എന്നെ വെപ്പാട്ടിയാക്കാൻ ഇപ്പൊ ഒരുപാട് പേര് കാണുമെന്ന്. അത് ആർക്കൊക്കെ തോന്നുന്നു ഞാൻ ആദ്യം ഒരു കണക്കെടുക്കട്ടെ. അങ്ങനെ ആവണമെങ്കിൽ തന്നെ ഒരു തടി കൺട്രാക്ടറുടെ വെപ്പാട്ടിയാവണോ? കുറെ കൂടെ കാശ് സൗകര്യമുള്ള ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തിരക്കിക്കൂടെ? എന്താ 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 ഒന്നുകൂടെ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ? ആർത്തി പഞ്ച. മോനെ തടി കോൺട്രാക്ടറെ, നീ ആരാ? ഉള്ളത് പറ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഈ നേരം വരെ മുതലാളി എന്നോട് പറഞ്ഞത് മുഴുവൻ ഗുണ്ടാന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ എല്ലാം നേര് തന്നെ പറഞ്ഞത്. പക്ഷേ നമ്മൾ രണ്ടുപേരും ചേരാൻ പറ്റിയവരാ. നേര് പറഞ്ഞാൽ നാളെയും പരസ്പരം ഉതകിയേക്കും. ഉള്ളത് പറഞ്ഞു, ഗുണമേ വരൂ. ഞാനാ മദർ സുപ്പീരിയർ. ഞാൻ ഊഹിച്ചു. ആ നേരത്ത് രാധ എങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാരെ കാണില്ലായിരുന്നു. ചിലപ്പോ കണ്ടേനെ, പക്ഷെ എന്തായാലും ഇങ്ങനെ കാണില്ലായിരുന്നു. ഇത്രയും കാലവും ഒരു പെണ്ണിനെ കാണാൻ കൂട്ടാക്കാതെ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ഉള്ളിത്തട്ടി മോഹം തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു വെച്ചത്. ഇനിയിപ്പോ ഞാൻ എല്ലാരെയും കാണാൻ തുടങ്ങുമെന്ന ഇപ്പോഴെന്റെ പേടി. അതൊന്നുമില്ല, രാധയായിട്ട് ഒന്നുകൂടെ കാണാം. ഇനി കോളേജിൽ പോയിട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. ഇല്ല, അതൊക്കെ വരും. ഒരു ദിവസം കാണാം രാധ മണ്ണാർത്തോടിയിൽ ഇരിക്കുന്നത് 3-4 ബൊമ്മയ്ക്കും തമ്പ്രാൻ കുഞ്ഞുങ്ങളുമായിട്ട്. അത് കാണാൻ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്.
കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും. അതാ ഞാൻ. തോന്നി. എന്റെ രണ്ടാമതൊരു വാശി കൂടി ക്ലാര ഇന്ന് തകർത്തു. ഉം. ഒരു പെൺകുട്ടിയുടെയും നാശത്തിന്റെ തുടക്കം എന്നിലൂടെ ആവരുതേ എന്നെനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെയും വെർജിനിറ്റി ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ച ആ പെൺകുട്ടിയാവും പിന്നെ അങ്ങോട്ട് അന്ത്യം വരയ്ക്ക് എന്റെ ഒപ്പം ഉണ്ടാവുക എന്നും ഞാൻ ഒരു ശപഥം എടുത്തിരുന്നു. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. എന്നുവെച്ചാ കടലിൽ പോണം. ആ പോവാം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം. വലയില് എന്തെങ്കിലും ഉണ്ടായാ മതിയോ? പോരാ, പിന്നെ ഒരു വള്ളം നിറയെ. ആ